നമസ്കാരം. 2022 ഫെബ്രുവരി ആദ്യവാരം കർണാടകയിൽ ചില മുസ്ലിം വിദ്യാർത്ഥികൾ ഒരു പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിത്തിരിച്ചു. ജൂനിയർ കോളേജിൽ ഹിജാബ് ധരിച്ച് പ്രവേശനം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. അക്കാലം വരെയില്ലാത്ത ആവശ്യം പറഞ്ഞ് എത്രമാത്രം കലുഷിതമാക്കിയിരുന്നു അന്നത്തെ കലാലയ അന്തരീക്ഷമെന്നതിന് നാട് സാക്ഷ്യം വഹിച്ചതാണ്. മതത്തിന്റെ പേരും പറഞ്ഞ് ഹിജാബിനായി ചില മുസ്ലിം വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരത്തിന് പ്രതിരോധമായി ചില ഹിന്ദു വിദ്യാർത്ഥികൾ കാവി സ്കാർഫ് ധരിക്കണമെന്ന ആവശ്യവുമായും പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. കോടതി കയറിയ പ്രശ്നത്തിൽ ഫെബ്രുവരി 10 എല്ലാ വിദ്യാർത്ഥികളും മതപരമായ വസ്ത്രം ധരിക്കുന്നത് വിലക്കിക്കൊണ്ട് കർണാടക ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. വിശദമായ വാദത്തിനൊടുവിൽ 2022 മാർച്ച് 15 കോടതി ഹിജാബ് നിയന്ത്രണങ്ങൾ ശരിവച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചിരുന്നു. ഇസ്ലാമിൽ ഹിജാബ് ധരിക്കുന്നത് ഒരു അവശ്യ മതപരമായ ആചാരമല്ലെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ ഹിജാബ് നിരോധനത്തിന്റെ പിൻവലിക്കൽ എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അത്ര എളുപ്പമല്ലെന്ന് കണ്ട് നിയമം തുടരുകയാണവിടെ. ഇക്കാര്യം ഇവിടെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം പ്രബുദ്ധരുടെ സംസ്ഥാനമെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവത്തെ പരാമർശിക്കുന്നതിനാലാണ്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. കഴിഞ്ഞ 27 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് ഹൈസ്കൂൾ ഈ ആഴ്ചയിൽ പ്രവർത്തിച്ചിട്ടില്ല. 13, 14 തീയതികളിൽ സ്കൂളിന് അധികൃതർ അവധി നൽകിയിരിക്കുകയാണ്. സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും മാനസിക സംഘർഷം കാരണമായിരുന്നു 2 ദിവസം സ്കൂളിന് അവധി നൽകിയത്. കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിന്റെ വർത്തമാനകാലം അത്ര പ്രബുദ്ധമല്ല എന്ന് ഇനിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. കാരണം ആ യാഥാർത്ഥ്യമാണ് ഒരു വിദ്യാലയത്തിന് ശാന്തമായി പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരണമെന്ന് ആവശ്യപ്പെടുകയും ഈ ആവശ്യം സ്കൂളിന്റെ നിയമാവലിക്ക് നിരക്കാത്തതിനാൽ അനുവദിക്കാനാവില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചതുമാണ് ഈ വിധം കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളടക്കം ചിലർ ഹിജാബിനായി വാദിക്കുകയും ഒരു വിദ്യാലയത്തിൽ ആശാസ്യകരമല്ലാത്ത വിധം പെരുമാറുകയും ചെയ്തതോടെ സ്കൂൾ അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നീട് സംരക്ഷണം ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ സ്കൂളിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ വിദ്യാർത്ഥികൾക്കും മറ്റും മാനസിക സംഘർഷം സൃഷ്ടിച്ചതോടെയാണ് സ്കൂൾ അടച്ചിട്ടത്. ഒരു 8ാം ക്ലാസ്സുകാരി തന്റെ യുക്തിക്കനുസരിച്ച് ആവശ്യപ്പെട്ടതാണ് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരണമെന്നത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളതിനാൽ രക്ഷിതാക്കളും അവർക്ക് പിന്നിൽ ചില നിക്ഷിപ്ത താൽപര്യക്കാരും ഈ ആവശ്യത്തിന് പിറകിലുണ്ടെന്നത് നിസ്സംശയം പറയാം. ഒരു വിദ്യാലയത്തിൽ യൂണിഫോം എന്ന സംവിധാനം കൊണ്ടുവരുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ഈ രക്ഷിതാക്കളും അവർക്ക് പിന്നിൽ നിൽക്കുന്നവരും പ്രാഥമികമായി പഠിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. സ്കൂളിന് ഒരു നിയമാവലിയുണ്ടെന്നും അതിനനുസരിച്ചു മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്നുമുള്ള സ്കൂൾ അധികൃതരുടെ നിലപാട് ഇവിടെ 100% ശരിയാകുന്നു. വിവിധ മതങ്ങളിൽ ഉൾപ്പെടുന്നവർ പഠിക്കുന്ന ഇടത്ത് ഒരു മതത്തിൽപ്പെട്ടവർക്ക് ഒരു സൗകര്യം ഒരുക്കുന്നത് നീതിയല്ല. ഇവിടെ ഹിജാബ് ധരിച്ച് ആ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ വിടൂ എന്ന് രക്ഷിതാക്കൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ തങ്ങളുടെ മകൾക്ക് അത്തരത്തിൽ നിഷ്കർഷയില്ലാത്ത സ്കൂളുകളിൽ പ്രവേശനം ഒരുക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ കോടതികളുടെ വിധികൾ ആ രക്ഷിതാക്കളും അവർക്ക് പിന്നിൽ നിൽക്കുന്നവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അനാവശ്യ ഇടപെടലിൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ തകർക്കുകയും അധ്യയന വർഷം നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഒരു കുട്ടി മാത്രം പ്രത്യേക വസ്ത്രം ധരിച്ചു വരുന്നത് ശരിയല്ലെന്ന് സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും വിഷയത്തിൽ പ്രതികരിച്ച സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. തർക്കമൊന്നുമില്ലാതെ വന്നാൽ ആ വിദ്യാർത്ഥിനിക്ക് അധ്യയനം യാതൊരു തടസ്സവുമില്ലാതെ തുടരാമെന്ന് PTA-യും സ്കൂൾ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. മതപരമായ കാര്യങ്ങൾ ആപേക്ഷികാവകാശങ്ങൾക്ക് പിന്നാലെയാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ യൂണിഫോം ഏത് വിധമായിരിക്കണമെന്ന് മാനേജ്മെന്റിന് തീരുമാനിക്കാം. ആ സ്കൂളിൽ പ്രവേശനം നേടാനും അധ്യയനം തുടരാനും ആഗ്രഹിക്കുന്നവർ ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്തവർക്ക് അനുയോജ്യമായ ഇടങ്ങളിലേക്ക് പോകുക എന്നതാണ് പ്രായോഗികമായ രീതി. അല്ലാതെ തൻ്റെ മതത്തിനും ആചാരങ്ങൾക്കും അനുസൃതമായിരിക്കണം മറ്റെല്ലാ കാര്യങ്ങളുമെന്ന ചിന്ത നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. കാരണം ബഹുസ്വരമായ ഒരു ജനാധിപത്യ രാജ്യമാണ് ഭാരതം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.